മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 53-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9ാമത്തെ ശ്ലോകം. മധുദ്രവസൃന്ദി ബൃഹന്തി താനി ഫലാനി മേധോഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച തൃപ്തൈർഭവനം ഫലൗഘം വഹദ്ഭിരാഗാഃ ബാലകൈസ്ത്വം. ജംബൂകന്മാരായിട്ട് വന്നിട്ടുള്ളതായ ധേനുകൻ്റെ അസുരന്മാരെയും ധേനുകനെയും ഒക്കെ വധിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് താലഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് പനമ്പഴം, നല്ല സ്വാദുള്ളതായിട്ടുള്ള പനമ്പഴം ഭക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു എന്നാണ്. അവർ ഭക്ഷിച്ചു, അത് കഴിഞ്ഞ് എല്ലാവരും ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. മധുദ്രവസൃന്ദി, മധു തേന്, മധു എന്ന് വെച്ചാൽ തേനാണ്. തേനിൻ്റെ ദ്രവം എന്ന് പറയുമ്പോൾ തേനൊഴുക എന്നുള്ളത് തന്നെ. അതിങ്ങനെ ഉറ്റിറ്റ് വീണ്, ശ്രവണം എന്ന് പറഞ്ഞാൽ വീഴലാണ്. മധുദ്രവസൃന്ദി എന്ന് പറയുമ്പോൾ അപ്പം ആ മധുരമായിട്ടുള്ള ആ തേനിൻ്റെ സ്വാദിങ്ങനെ ഊറിക്കൊണ്ടിരിക്കണതായിട്ടുള്ള അതിമധുരമായിട്ടുള്ള എന്ന് അർത്ഥം. തേനിൻ്റെ സ്വാദും മധുദ്രവം, തേനിൻ്റെ കുഴമ്പ് എന്ന് പറയട്ടെ, ആ തേനിൻ്റെ കുഴമ്പ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അത്രത്തോളം സ്വാദുള്ള എന്നർത്ഥം. മധുദ്രവസൃന്ദി. ഇനി ബൃഹന്തി, നല്ല വലിയ താലപ്പഴങ്ങളാണ് പനമ്പഴം, നല്ല വലുപ്പമുള്ളതായിട്ടുള്ള പനമ്പഴങ്ങൾ. അതും തേൻ്റെ പോലെയുള്ളതായിട്ടുള്ള സ്വാദുള്ളതും നല്ല വലിപ്പമുള്ളതും. ഫലാനി മേധോഭരഭൃന്തി, എന്നാൽ മേധസ്സ് എന്ന് പറയുമ്പോൾ മാംസത്തിൻ്റെ മാതിരി ഉള്ളതാണ് ആ കട്ടിയുള്ള ഭാഗം, പഴത്തിൻ്റെ കട്ടിയുള്ള ഭാഗം. അതില്ലായേ ഇല്ല. മേധോഭരം, ആ കട്ടിയുള്ളതായിട്ടുള്ള ഭാഗം, അതും ധാരാളമുണ്ട്. മേധോഭരഭൃന്തി, മേധോഭരത്തെ വഹിക്കുന്നവയും ആയിട്ടുള്ളതായ മാംസളമായിട്ടുള്ള ഭാഗങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ കരിമ്പനപ്പഴങ്ങൾ, ഫലാനി താലഫലങ്ങൾ, ആ താനി ഫലാനി, ആ താനഫലങ്ങളെ ഭുക്തുവ ഭക്ഷിച്ചു. എല്ലാവരും, കുട്ടികളൊക്കെ ധാരാളമായിട്ട് പനമ്പഴം ഭക്ഷിച്ചു. ഇഷ്ടം പോലെ വിരുത്തി കൊടുത്തിട്ടുണ്ട് ബലരാമൻ. അപ്പോൾ ഈ കുറുക്കന്മാരെയൊക്കെ ആ പനകളിലിട്ട് എറിഞ്ഞു കൊന്നു എന്നും പറഞ്ഞുല്ലോ. അപ്പോൾ അതിൻ്റെ ശക്തി കൊണ്ടും കുറേ പഴങ്ങൾ വീണിട്ടുണ്ട്. അങ്ങനെ ധാരാളം പനമ്പഴം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ധാരാളം പനമ്പഴം ഭക്ഷിച്ചു എന്നാണ്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് നല്ല ധാരാളം കഴമ്പുള്ളത്, മേധസ് കഴമ്പ് ധാരാളമുള്ളതും, മേധോഭരം കഴമ്പിൻ്റെ ഭാരം തന്നെ വഹിക്കുന്നവ ധാരാളം കഴമ്പുള്ളതും, മധുദ്രവസൃന്ദി, മധുദ്രവം തേനൊഴുകുന്നത് പോലെ അതിമധുരമായിട്ടുള്ളതും, ബൃഹന്തി വലിയതുമായിട്ടുള്ള താനി ഫലാനി, ആ പനമ്പഴങ്ങൾ ഭുക്തുവ ഭക്ഷിച്ചുകൊണ്ട്, തൃപ്തൈശ്ച എല്ലാവർക്കും നല്ലവണ്ണം തൃപ്തിയായി. ധാരാളം പനമ്പഴം ഭക്ഷിച്ച് എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം സന്തോഷമായി. തൃപ്തൈശ്ച ദൃപ്തൈഹി എന്ന് മാത്രമല്ല, കുറച്ച് അഹങ്കാരം വന്നിറങ്ങി. നല്ല സന്തോഷമായി കഴിഞ്ഞാൽ കുറച്ച് പിന്നെ അഹങ്കാരമാണല്ലോ. ദൃപ്തൈശ്ച, അതായത് നമ്മൾ എല്ലാവരും കൂടിയിട്ട് എന്നുള്ള നാട്യമാണ്. രാമനും കൃഷ്ണനും ഒക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് വെച്ചാലും എല്ലാവർക്കും നമ്മളൊക്കെ കൂടി പോയിട്ടാണല്ലോ. അപ്പോൾ ഈ ധേനുവിനെ വധിക്കാൻ പറ്റി. കുറേ അസുരന്മാരെ, ജംബൂകങ്ങളെ, കുറുക്കന്മാരുടെ വേഷത്തിൽ വന്നതായിട്ടുള്ള കുറേ അസുരന്മാരെ വധിച്ചു. ധേനുവിനെ വധിച്ചു. ധാരാളം പനമ്പഴവും കിട്ടി എന്നുള്ളതായിട്ടുള്ള ഒരു മതം എല്ലാ കുട്ടികൾക്കും ഉണ്ടായി. പിന്നെ ഈ പനമ്പഴം കുറച്ചൊരു മത്ത് പിടിപ്പിക്കണതാണെന്നാണ് പറയണത്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും ആ പനമ്പഴം കുറച്ച് മത്ത് പിടിപ്പിക്കുന്നതാണ് സുതേ കേട്ടിട്ടുള്ളത്. അപ്പോൾ ദൃപ്തൈഹി, കുറച്ച് തൃപ്തന്മാരുമായിട്ടുണ്ട് കുട്ടികളൊക്കെ എന്നാണ്. തൃപ്തൈശ്ച തൃപ്തന്മാരും തൃപ്തന്മാരുമായിട്ടുള്ള, തൃപ്തന്മാരെന്ന് വെച്ചാൽ സന്തുഷ്ടര്, ദൃപ്തന്മാരെന്ന് വെച്ചാൽ അഹങ്കരിക്കുന്നവരായിട്ടുള്ള,
അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഈ ഗോപകുമാരന്മാരോടൊപ്പം തൃപ്തൈശ്ച ഭവനം ഫലൗഹം വഹദ്ഭി ഭവനത്തിലേക്ക് ആഗാഹ മടങ്ങി വന്നു. എങ്ങനെ? ഭക്ഷിച്ചത് മാത്രമല്ല, ഇനി ഫലൗഹം വഹദ്ഭി ധാരാളം പഴം എല്ലാവരും കയ്യിലെടുത്തിട്ടുമുണ്ട്. ഫലൗഹം ഫലങ്ങളുടെ കൂട്ടം, ധാരാളം പഴങ്ങൾ എല്ലാവരും കയ്യിൽ വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഫലൗഹം വഹദ്ഭി എല്ലാവരും നല്ലോണം വേണ്ടത്ര ഭക്ഷിക്കുകയും ചെയ്തു. പിന്നെ കുടുംബത്തിലുള്ളവരൊക്കെ കൊടുക്കാനായിട്ട് ധാരാളം പഴം എല്ലാവരും എടുത്തിട്ടുണ്ട്. ഫലൗഹം വഹദ്ഭി ഫലൗഹത്തെ വഹിക്കുന്നവരുമായ ഫലങ്ങളുടെ സമൂഹത്തെ വഹിക്കുന്നവരുമായ അവരോടുകൂടി, ആ കുട്ടികളോടുകൂടി, ബാലന്മാരോടുകൂടി, വഹദ്ഭിഹി ബാലകൈഹി അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബാലകന്മാരോടൊപ്പം, കുട്ടികളോടൊപ്പം ആഗാഹ മടങ്ങി വന്നു. ഇങ്ങോട്ടൊക്കെ ഭവനങ്ങളിലേക്ക് ഓരോരുത്തരും അവരവരുടെ ഭവനങ്ങളിലേക്ക് കുട്ടികളോടൊപ്പം മടങ്ങി വന്നു എന്നാണ്. ഭഗവാൻ കുട്ടികളോടൊപ്പം ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. ആ കുട്ടികൾ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, മധുദ്രവസൃന്തി ഒഴുകുന്നവയും ബൃഹന്തി വലിയവയും ആയിട്ടുള്ള മേധോഭരഭൃന്തി ധാരാളം മേധസ്സിൻ്റെ ഭരം, ആ കഴമ്പ് ധാരാളമുള്ളവയുമായിട്ടുള്ള താനി ഫലാനി ആ ഫലങ്ങളെ, ആ പനമ്പഴങ്ങളെ ഭുക്തുവ ഭക്ഷിച്ചിട്ട് തൃപ്തന്മാരും സന്തുഷ്ടരും ദൃപ്തന്മാരും അഹങ്കരിക്കുന്നവരുമായിട്ടുള്ള ആ ബാലകന്മാരോടൊപ്പം, കൂട്ടുകാരോടൊപ്പം വഹദ്ഭിഹി കുറേ ഫലാനി വഹദ്ഭിഹി ഫലങ്ങൾ, കുറേ അധികം ഫലങ്ങൾ കയ്യിൽ ഇട്ടുകൊണ്ട് അങ്ങനെയുള്ളതായിട്ട് വഹിക്കുന്നവരുമായ ബാലകന്മാരോടൊപ്പം ഭവനം ആഗാഹ ഭവനത്തിലേക്ക് മടങ്ങി വന്നു അങ്ങ് എന്ന്. ഇനി ഹതോ ധേനുക ഇത്യുപേത്യ ഫലന്യദദ്ഭിർമധുരാണി ലോകൈ ജയേതി ജീവേതി മുതോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ദശകം അവസാനിപ്പിക്കുകയാണ്. ഒരു ഭവനത്തിലേക്ക് വന്നു. ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ കയ്യിൽ കുറേ പനമ്പഴങ്ങളുണ്ട് എല്ലാവരുടെ കയ്യിലും. അതൊക്കെ എല്ലാവർക്കും കൊടുത്തു. വ്രജത്തിലുള്ള മറ്റുള്ളതായിട്ടുള്ള വലിയ ആളുകൾക്കൊക്കെ ഈ ഫലങ്ങൾ ധാരാളം കൊടുത്തു. അപ്പോൾ അവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ധേനുകനെയും കൂട്ടുകാരെയും ഒക്കെ കൊന്നു എന്നുള്ളതായിട്ടുള്ള വർത്തമാനമൊക്കെ ഈ കുട്ടികൾ പറഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞു. ലോകം മുഴുവൻ, അതായത് ലോകം എന്ന് വെച്ചാൽ അതിൽ ജനങ്ങൾ, ലോകം എന്നുള്ളത് ജനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. ഈ വ്രജത്തിലെ ജനങ്ങൾ ഇവിടെ വ്രജത്തിലേക്കാണല്ലോ മടങ്ങി വന്നത്. അപ്പോൾ ആ ഗോകുലത്തിലെ ജനങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു എന്നാണ്. അവർക്കും ഫലങ്ങളൊക്കെ ധാരാളം കിട്ടി, ഭക്ഷിക്കാൻ കിട്ടി, ഈ വാർത്തയും കിട്ടി എന്നുള്ളതാണ്. ഹതോ ധേനുക ധേനുക ധേനുകൻ കൊല്ലപ്പെട്ടു, ധേനുകനെ കൊന്നു, രാമകൃഷ്ണന്മാരെ ധേനുകനെ കൊന്നു. ധേനുക ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ ഇതി ഫലാനി അത് എന്ന് പറഞ്ഞുകൊണ്ട്, ധേനുകനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അതാത് ഗൃഹങ്ങളിൽ നിന്ന് രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് വന്നു എന്നാണ്. ഉപേത്യ പ്രാപിച്ചിട്ട്, സമീപിച്ചിട്ട് എല്ലാ ആളുകളും, ഗോകുലത്തിലെ ആൾക്കാരൊക്കെ അതാത് കുട്ടികൾ കൊണ്ടുവന്നതായിട്ടുള്ള ഫലങ്ങളൊക്കെ ഭക്ഷിച്ചു. എല്ലാവർക്കും മനസ്സിലായി ധേനുകനെ കൊന്നു എന്നുള്ളത്. അപ്പോൾ ധേനുകനെ കൊന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ സമീപത്തേക്ക് എത്തിയതായ ഉപേത്യ സമീപിച്ചിട്ട് എങ്ങനെ ഫലാന്യദദ്ഭിഹി എല്ലാവരും ഈ പഴങ്ങളെ ഭക്ഷിച്ചും കൊണ്ടാണ് വരണത്. ആ ഗോകുലത്തിലുള്ള ആളുകളൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഫലാനി അദദ്ഭിഹി ഫലങ്ങളെ ഭക്ഷിക്കുന്നവരായ ആ ലോകൈഹി ജനങ്ങളാൽ, വ്രജത്തിലെ ജനങ്ങളാൽ ഉപേത്യ പ്രാപിച്ചിട്ട് ജയേതി ജീവേതി ജയ അദ്ദേഹം ഭഗവാൻ ജയിക്കട്ടെ, ശ്രീകൃഷ്ണൻ ഭഗവാൻ എന്ന് പറയണില്ല, ശ്രീകൃഷ്ണൻ ജയിക്കട്ടെ, ബലരാമൻ ജയിക്കട്ടെ എന്നിങ്ങനെ ജയ ജീവിക്കട്ടെ, ദീർഘകാലം ജീവിക്കട്ടെ, ജയിക്കട്ടെ, ജീവിക്കട്ടെ എന്നിങ്ങനെ ജയേതി ജയ ഇതി ജീവ ഇതി ജീവിക്കൂ എന്നിങ്ങനെ
നുതഹ സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള എല്ലാവരും ലോകവരൊക്കെ, അതായത് ഈ പ്രജവാസികളൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്ന് ജയിക്കട്ടെ ജയിക്കട്ടെ ജീവിക്കട്ടെ ദീർഘകാലം എന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സ്തുതിക്കപ്പെട്ടതായ നുതഹ, സ്തുതിക്കപ്പെട്ടതായ അല്ലയോ വിഭോ, സർവശക്തനായ സർവവ്യാപിയായ ഭഗവൻ വിഭോത്വം, അങ്ങ് അരുത്പുരാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, പാഹി രോഗാത്, എല്ലാ രോഗങ്ങളിൽ നിന്നും പാഹി, രക്ഷിക്കണമേ, രക്ഷിച്ചാലും എന്നിങ്ങനെ പറഞ്ഞ് ആ ദശകം അവസാനിച്ചു. ഹതോ ഹതോ ധേനുക, ധേനുകൻ കൊല്ലപ്പെട്ടു, ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ ഇതി എന്ന് പറഞ്ഞുകൊണ്ട് ഫലാനി അദദ്ഭിഹി, ഫലങ്ങളെ, കുട്ടികൾ കൊണ്ടുവന്നതായിട്ടുള്ള ആ ഫലങ്ങളെ ഭക്ഷിക്കുന്നതായ ലോകൈഹി, ജനങ്ങളാൽ ജയ ജീവ ഇതി, ജയിക്കൂ ജീവിക്കൂ എന്നിങ്ങനെ നുതഹ സ്തുതിക്കപ്പെട്ടതായ അല്ലയോ വിഭുവായ ഭഗവൻ, അങ്ങ് എല്ലാ രോഗങ്ങളെയും ശമിപ്പിച്ചാലും, ഗുരുവായൂരപ്പ അങ്ങ് എല്ലാ രോഗങ്ങളെയും ശമിപ്പിച്ചാലും. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോഫലഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച തൃപ്തൈർഭവനം ഫലൗഘം വഹദ്ഭിരാഗാഖലു ബാലകൈസ്ത്വം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തേൻ ചാറൊഴുക്കും വലുതാമ്പഴങ്ങൾ ധാരാളമായി തിന്നധ ബാലകന്മാർ വയർ നിറച്ചിട്ടതിതൃപ്തിയോടെ പഴങ്ങളേറ്റിയിട്ടു ഗൃഹത്തിലെത്തി. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈ ജയേതി ജീവേതി നുതോ വിഭോത്വം മരുൽപുരാധീശ്വര പാഹി രോഗാൽ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മരിച്ചുപോയി ധേനുകനെന്നുറക്കെ പറഞ്ഞു തിന്നു പഴമൊക്കെ ലോകർ, ജയിക്ക നീ വാഴുക ദീർഘമെന്നും വാതാലയേശ തരു രോഗമുക്തി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.